രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പുതിയ ദിവസം, ഒരു വിശുദ്ധ ദിവസം കൂടി കാണുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ഇന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം. ഓരോ വിശുദ്ധ ദിവസവും കർത്താവിൻ്റെ ജയത്തെ ഘോഷിക്കുന്ന, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, കാൽവരിയിൽ മരണത്തിനും പാതാളത്തിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജയത്തെ ആഘോഷിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മെയും പിടിച്ചു വയ്ക്കുവാനായി നോക്കുന്ന സകല ദുഷ്ടതകളിൽ നിന്നും, സകല പൈശാചിക പ്രവൃത്തികളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാകുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ആ ഒരു ഉറപ്പോടെ, വിശ്വാസത്തോടെ, കർത്താവിനെ കല്ലറയ്ക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല, മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല, കാൽവരിക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മെയും ഒന്നിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ലെന്നുള്ള വലിയ ഉറപ്പോടുകൂടി ഇന്ന് പകൽക്കാലം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്ത് വരുന്നപ്പോൾ അങ്ങ് സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവം, കർത്താവെ, യഹോവയായിരിക്കുന്ന ദൈവം, പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ ആർക്കുകയും പാടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലവും ഞങ്ങൾ കടന്നു വരുന്നപ്പോൾ കർത്താവായിരിക്കുന്ന യേശുവിനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അപ്പാ ദൈവമേ, എല്ലാ നാവും അവിടുത്തെ യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയും, എല്ലാ മുട്ടും അവിടുത്തെ മുമ്പിലും മടങ്ങും. ഭൂലോകരുടെയും ലോകരുടെയും സ്വർലോകരുടെയും ദൈവമേ, എല്ലാ അധരവും ഏറ്റുപാടുന്ന ഒരു നാമമായിരിക്കുന്ന കർത്താവായി യേശുവിൻ്റെ നാമം ഇന്ന് പകൽക്കാലം ഞങ്ങളിലും ദൈവമേ വാഴ്ത്തപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ ജയം കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, മതവും അധികാരികളും ധനവും ഒക്കെ കർത്താവിനെ ദൈവമേ കല്ലെറിഞ്ഞിട്ടും തകർത്ത് കളയുവാൻ നോക്കിയിട്ടും കർത്താവെ അങ്ങയെ അതിൽ ഒതുക്കി കളയുവാൻ കഴിയാതിരുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും നിന്നും അവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന സാമ്പത്തികമായി ഇവർ നേരിടുന്ന ദൈവമേ വിഷയങ്ങൾ, തലമുറകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, കർത്താവെ, നിയമത്തിൻ്റേതായിരിക്കുന്ന പ്രതികൂലങ്ങൾ, ആത്മീകമായി സഭയിൽ നിന്നോ കർത്താവെ സ്വന്തമായി തന്നെയും ദൈവമേ ആത്മീകമായി ഉയർന്നു വരുവാൻ കഴിയാതിരിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ ഏതിൽ നിന്നാണെങ്കിലും കർത്താവെ ഇവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പ ഈ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ അത്യാവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരട്ടപ്പ. തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവർ, ദൈവമേ, ചിലരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ ദൈവമേ വഴിതെറ്റിയ പോക്കിൽ കർത്താവെ അവരുടെ ഏകാഗ്രതയില്ലാത്ത ജീവിതത്തിലെ പഠനത്തിലെ ഏകാഗ്രതയില്ലാതെ ഒന്നിലും ഉത്തരവാദിത്വം ഇല്ലാതെ ഇരിക്കുന്നവർ, ഭവനത്തിൽ ദൈവമേ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നപ്പച്ച ദൈവമേ, യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ കൂട്ടുകെട്ടിനും അടിമപ്പെട്ട് ഭവനത്തിൽ സമയത്തിന് കടന്നു വരാതെ എല്ലാം ദൈവമേ ആയിരിക്കുന്ന കുടുംബങ്ങൾ, ദൈവമേ സ്തോത്രം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ ഭവനത്തിലില്ലെങ്കിലും കർത്താവെ അനേക കുഞ്ഞുങ്ങൾ ഉണ്ടപ്പാ തെറ്റായ കൂട്ടുകെട്ടിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൊബൈലിലും ഇൻ്റർനെറ്റിലും എല്ലാം അഡിക്റ്റഡായി കർത്താവെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ദൈവമേ ചുരുങ്ങിപ്പോയിരിക്കുന്നവർ കർത്താവെ ഒരു മടങ്ങി വരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, മാതാപിതാക്കൾക്ക് ദൈവമേ അവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, കർത്താവെ സഹോദരങ്ങൾക്ക്, സഭയ്ക്ക് ഒക്കെ ഒരു അനുഗ്രഹമായിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ ആത്മീകമായി ശക്തരാക്കി അവിടെ നിന്ന് തീർക്കണമേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ദൈവമേ പുഷ്ടിപ്പെടുത്തുവാനുള്ളൊരു ധൈര്യവും ദൈവമേ ദൈവകൃപയും ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം, ചിലർ നേരിടുന്ന അനാവശ്യമായിരിക്കുന്ന ഭയം, പലതിനെ ചൊല്ലിയുമുള്ള ആകുലതകൾ, ടെൻഷൻ, കർത്താവെ ഒരിക്കലും ദൈവമേ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും രാവും പകലും അനാവശ്യമായി ചിന്തിക്കുന്ന ഹൃദയത്തിൽ ചിന്തകളിൽ ദൈവമേ ഒരു യുദ്ധം നേരിടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുക്കിൽ നിന്ന് പുറത്തു വരുവാൻ, അവരുടെ ഹൃദയം ശാന്തമാകുവാൻ, ദൈവത്തിൽ അവർ സ്വസ്ഥരായിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക ധൈര്യം അവരിൽ വരട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ദൈവമേ, അവരെ ആര് സഹായിക്കുവാനുള്ള, മറ്റുള്ളവരെന്ത് കരുതുമെന്നോർത്ത് സ്വന്തം കാര്യങ്ങളെ ദൈവമേ മറ്റുള്ളവരെ കൊണ്ട് കമ്പയർ ചെയ്യുന്ന ചിലർ ആ വിഷയങ്ങളിൽ നിന്ന് കർത്താവെ അവർ സ്വതന്ത്രരാകട്ടെ. കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏകരായിട്ടാണ്. കർത്താവെ ഞങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ളത് ദൈവത്തോടാണ്.
ദൈവമേ അങ്ങനെ ഒരു പ്രാഗൽഭ്യം ചിലരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, കർത്താവെ ഒരിക്കലും സ്വയമായിട്ട് ദൈവമേ തൃപ്തിയുള്ളവരാകുവാൻ കഴിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ പാഴാക്കി കളഞ്ഞിരിക്കുന്ന ചിലർ ആ നുഖങ്ങൾ എടുത്തു മാറ്റി കർത്താവെ ദൈവ സ്വാതന്ത്ര്യത്തിൽ അവരുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടു കൂടിയായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പാക്കിട രോഗികളായിരിക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങളുടെയൊക്കെ വൈകല്യങ്ങൾ, കർത്താവെ സ്തോത്രം, ബുദ്ധി വൈകല്യങ്ങൾ, ശാരീരികമായിരിക്കുന്ന വൈകല്യങ്ങൾ, അങ്ങനെയുള്ളവരെ എല്ലാം നോക്കുന്ന മാതാപിതാക്കൾ നേരിടുന്ന ചാലഞ്ചസ്, അതിലെല്ലാം കർത്താവിൻ്റെ ദൈവമേ കൃപ വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ആര് സഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കർത്താവെ കരുതലുകൾ അത്ഭുതകരമായി ദൈവമേ വെളിപ്പെടുത്തണമേ. ഏലിയാവിന് വേണ്ടി കാക്ക അപ്പം കൊണ്ടു കൊടുത്തതുപോലെ ആ വിധവയുടെ ഭവനത്തിൽ ദൈവമേ ആഹാരം ഒരുക്കിയതുപോലെ ഇവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകൾ ഇവരുടെ തലമുറകൾക്ക് ദൈവമേ വിദേശത്തൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, മറ്റ് ഭവനത്തിന് പുറത്തായിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അങ്ങ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ രാത്രിയിൽ സുഖകരമായ ഉറക്കത്തെ അങ്ങ് കൊടുക്കണമേ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു സാക്ഷാൽ നമ്മുടെ സകല രോഗങ്ങളും അവിടെ നിന്ന് വഹിച്ചു. അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനത്താൽ രക്തജന്യമായിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ. ദൈവമേ ലിവർ സിറോസിസ് ഒക്കെ വന്നിരിക്കുന്നവർ, ലിവർ ഡാമേജ് ആയിരിക്കുന്നവർ, ഫാറ്റി ലിവറിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. തലവേദനയുടേതായിരിക്കുന്ന പ്രോബ്ലംസ്, മൈഗ്രെയിൻ കംപ്ലൈൻറ്റുകൾ, സൈനസൈറ്റിസ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ച സുഖമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കണ്ണിൻ്റെ കാഴ്ചക്കുറവുകൾ, ചെവിയുടെ കേൾവിക്കുറവുകൾ, സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ പേരെല്ലാം യേശു ദൈവമേ തൊട്ടവരെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഭവനത്തിനകത്തും പുറത്തും ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും പകൽക്കാലവും ജയത്തോടെ ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാലേ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് എഴുതിയിരിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് എല്ലാ രീതിയിലും അവനൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നിന്ന് നമുക്കങ്ങ് പറന്ന് നടക്കുക അതൊന്നുമല്ല. നമ്മുടെ ആത്മാവിൽ പാപത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കുകയാണ്. ഹല്ലേലൂയ. കുറ്റബോധങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കുകയാണ്. പഴയതായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നത്, അവിടെ ആ ഗലാത്യ സഭയെ പലതിൽ നിന്നും കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ വിശ്വാസത്താൽ അവർ സഭയായി രൂപം കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ പിന്നെയും പഴയ അനാചാരങ്ങളിലും ആചാരങ്ങളിലും ഉത്സവങ്ങളിലും വാവ്, നാള്, പെരുന്നാൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ കുടുങ്ങിപ്പോയി. കെട്ടുകഥകളും കേൾവിക്കഥകളും ഒക്കെ പറഞ്ഞ് ആ പണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അവർ പിന്നെയും കുടുങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ അതിലേക്ക് നടക്കുവാൻ. പത്രോസ് വള്ളവും വലയും എടുത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെയും കൊണ്ട് പിന്നെയും ആ പഴയ വള്ളവും വലയും എടുത്ത് കടലിൽ പോയതുപോലെ ഈ ജനവും പഴയ ആചാരങ്ങളിലൊക്കെ കുടുങ്ങി. അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങി പോകരുത്. മറ്റൊരു വാക്യത്തിൽ എഴുതി, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ക്രിസ്തു നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളോടും പറയട്ടെ, കർത്താവായിരിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചില വിഷയങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തെടുത്തു. ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാക്കി നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുമ്പോൾ പഴയ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ചില കാര്യങ്ങളിലേക്ക് പിന്നെയും കടന്നു പോകാതെ, ചില സ്ഥലങ്ങളിൽ മെഴുകുതിരി കത്തിക്കുവാനോ അല്ലെങ്കിൽ നേർച്ചകൾ നേരുന്ന കാര്യത്തിലോ പഴയ ഉത്സവങ്ങൾ ആചരിക്കുവാനോ ചില വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിനൊത്തവണ്ണം ഇന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടി കഴിയുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനും ദൈവരാജ്യത്തിൻ്റെ വിശ്വസ്ത പങ്കാളികളും സൈന്യം പോലെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരുമായി മുമ്പിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും
സഹായിക്കുമാറാകട്ടെ. ദൂതന്മാരെ ആരാധിക്കുന്നതോ മധ്യസ്ഥന്മാരെ സേവിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ പാത പിന്തുടർന്ന് ആ നിത്യതയിലേക്ക് എത്തുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആടിയുലയുന്നവരും സംശയങ്ങൾ, അവരത് പറഞ്ഞാൽ ഇവരിത് പറഞ്ഞാൽ ആ വഴി പോകണമോ ഈ വഴി പോകണമോ എന്നെല്ലാം ചിന്തിച്ച് നിങ്ങൾ സംശയാലുക്കളാകാതെ വചനം നിങ്ങൾക്ക് തന്ന ദൈവിക സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.